ഞാൻ ഡോക്ടർ മിഥുൻ. ഞാൻ ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഡോക്ടറാണ്. പൊറോട്ട, ബീഫ് എന്നൊക്കെ പറയുകയാണെങ്കിൽ മലയാളികൾക്കൊരു ഇമോഷൻ തന്നെയാണ്. റെഡ് മീറ്റും കോളൻ ക്യാൻസറും തമ്മിലുള്ള ബന്ധം. ഒരാഴ്ച നമുക്ക് എന്തോരം റെഡ് മീറ്റ് വരെ കഴിക്കാം? എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ മിഥുൻ. ഞാൻ ക്രിട്ടിക്കൽ കെയർ വിഭാഗം ഡോക്ടറാണ്. ഇന്ന് ഒരു ഫിറ്റ്നസ് സംബന്ധമായിട്ടുള്ള അല്ലെങ്കിൽ ഹെൽത്ത് സംബന്ധമായിട്ടുള്ള ഒരു വിഷയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. നമ്മൾ ദിവസേന രുചിക്ക് വേണ്ടി കഴിക്കുന്ന പല ഭക്ഷണങ്ങളും നമ്മുടെ ആരോഗ്യത്തിന് തന്നെ പ്രശ്നമായി മാറുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ബീഫ്, പോർക്ക് അല്ലെങ്കിൽ മട്ടൻ പോലുള്ള വിഭവങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ മലയാളികളുടെ ഇഷ്ടഭക്ഷണമാണ്. പൊറോട്ട, ബീഫ് എന്നൊക്കെ പറയുകയാണെങ്കിൽ മലയാളികൾക്കൊരു ഇമോഷൻ തന്നെയാണ്. ഒരുപാട് നാളായിട്ട് നമ്മൾ ന്യൂസിലും ഇൻസ്റ്റഗ്രാമിലും പല സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടുവരുന്നൊരു ന്യൂസാണ് റെഡ് മീറ്റും കോളൻ ക്യാൻസറും തമ്മിലുള്ള ബന്ധം. റെഡ് മീറ്റ് ഒരുപാട് കഴിച്ചാൽ കോളൻ ക്യാൻസർ വരാനുള്ള സാധ്യത ഉണ്ടെന്ന് നമ്മൾ പലയിടത്തുനിന്നായിട്ട് ഇങ്ങനെ കേൾക്കുന്നു. എന്താണ് ഇതിൻ്റെ ശാസ്ത്രീയമായ വശം? കൃത്യമായ വിവരങ്ങളുമായിട്ടാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുന്നത്. എല്ലാ ദിവസവും നമുക്ക് ബീഫ് കഴിക്കാനാകുമോ? എന്തൊക്കെയാണ് ഒരുപാട് എമൗണ്ട്സിൽ ബീഫ് കഴിച്ചാലുണ്ടാകുന്ന ദൂഷ്യഫലങ്ങൾ? ഇതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ കാണാൻ പോകുന്നത്. സോ ഏതൊക്കെയാണ് റെഡ് മീറ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ചാർട്ടിൽ കാണാൻ സാധിക്കുന്നതാണ്. സോ എന്തുകൊണ്ടാണ് നമ്മൾ റെഡ് മീറ്റ് എന്ന് വിളിക്കുന്നത്? മീറ്റുകളിൽ ഒരു മസിലിലുള്ള പ്രോട്ടീനാണ് മയോഗ്ലോബിൻ എന്ന് പറയുന്നത്. മയോഗ്ലോബിൻ ഒരുപാട് അടങ്ങിയിരിക്കുന്ന മീറ്റുകളാണ് നമ്മൾ റെഡ് മീറ്റ് എന്ന് വിളിക്കുന്നത്. ഈ മയോഗ്ലോബിൻ ഒരുപാട് ഓക്സിജൻ ബൈൻഡ് ചെയ്യും. അതുകൊണ്ടാണ് അതിനൊരു റെഡ് കളർ കിട്ടുന്നത്. അതുകൊണ്ടാണ് നമ്മൾ റെഡ് മീറ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് പോലെയുള്ള മാംസങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ മയോഗ്ലോബിൻ്റെ അളവ് വളരെ കുറവാണ്. അതുകൊണ്ട് ഓക്സിജൻ അവ ബൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് അവയെ നമ്മൾ റെഡ് മീറ്റ് എന്ന് വിളിക്കുന്നില്ല. സിഗരറ്റ് വലിച്ചാൽ ക്യാൻസർ വരും എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം. WHO ക്യാൻസർ പഠന വിഭാഗമായ IARCയുടെ പഠനമനുസരിച്ച് ചില ഭക്ഷണ പദാർത്ഥങ്ങളെ നമ്മൾ ഗ്രൂപ്പ് 1 കാർസിനോജൻ എന്ന രീതിയിൽ പട്ടികപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രൂപ്പ് 1 കാർസിനോജൻ എന്ന് വെച്ചാൽ മനുഷ്യരിൽ ക്യാൻസർ വരുത്താനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിന് ശാസ്ത്രീയമായി അവർ തെളിയിച്ചിട്ടുണ്ട് എന്നാണ് അർത്ഥം. ക്യാൻസറിന് സ്ട്രോങ് എവിഡൻസ് ഉള്ള പട്ടികയിൽ പെടുത്തിയേക്കുന്ന സംഭവങ്ങളാണ്: ഒന്ന്, ടുബാക്കോ സ്മോക്ക്, നമ്മുടെ സ്മോക്കിങ്; രണ്ടാമത് ആൽക്കഹോൾ; മൂന്നാമത് ആസ്ബസ്റ്റോസ്. അതുപോലെ തന്നെ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു ഭക്ഷണ പദാർത്ഥമാണ് പ്രോസസ്ഡ് മീറ്റ് എന്ന് പറയുന്നത്. ഈ ബേക്കൺ, ഹാം പോലുള്ള പ്രോസസ്ഡ് മീറ്റിനെ അവർ ഗ്രൂപ്പ് 1 ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ റെഡ് മീറ്റിൻ്റെ, അതായത് നമ്മുടെ ബീഫിൻ്റെയും പോർക്കിൻ്റെയും മട്ടൻ്റെയൊക്കെ സ്ഥാനം ഗ്രൂപ്പ് 2A ആണ്. അതായത് അനിമൽസിൽ എവിഡൻസ് ഉണ്ട്, മനുഷ്യരിൽ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള എവിഡൻസ് മാത്രമാണ് അവർക്കുള്ളത്. ഇതിലുള്ള മറ്റു ഘടകങ്ങളാണ് നമ്മൾ ഫ്രൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എമിഷൻസ്, അതല്ലെങ്കിൽ UV റേഡിയേഷൻ. ഇപ്പോൾ ഗ്രൂപ്പ് 1 കാര്യം ഞാൻ പറഞ്ഞു, ഈ പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ഇത് സ്മോക്കിംഗ് എങ്ങനെയാണോ ലങ് ക്യാൻസർ ഉണ്ടാക്കുന്നത് അതേ റിസ്ക് തന്നെയാണ് പ്രോസസ്ഡ് മീറ്റിന് കോളൻ ക്യാൻസർ ഉണ്ടാക്കാനുള്ള ചാൻസും. നമ്മുടെ റെഡ് മീറ്റിൻ്റെ കാര്യം പറയുമ്പോൾ അനിമൽസിൽ എവിഡൻസ് ഉണ്ട്, പക്ഷേ ഹ്യൂമൻസിൽ എവിഡൻസ് ഒന്നും കൺഫേം ആയിട്ടില്ല. ഇനി എത്രയാണ് റെഡ് മീറ്റിൻ്റെ റെക്കമെൻഡേഷൻ? ഒരാഴ്ച നമുക്ക് എന്തോരം റെഡ് മീറ്റ് വരെ കഴിക്കാം എന്നാണ് പറയുന്നത്. വേൾഡ് ക്യാൻസർ റിസർച്ച് ഫണ്ടിൻ്റെ പഠനമനുസരിച്ച് ഒരാഴ്ചയിൽ നമുക്ക് 350 തൊട്ട് 500 ഗ്രാമിൽ താഴെ റെഡ് മീറ്റ് കഴിക്കാം എന്നാണ് അവർ പറയുന്നത്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്യാൻസർ റിസർച്ചിലേക്ക് വരുന്നത് അവർ പറയുന്നത് എഗെയിൻ 300 തൊട്ട് 350 ഗ്രാമിൻ്റെ താഴെ റെഡ് മീറ്റ് ഒരാഴ്ച കഴിക്കാമെന്നാണ് പറയുന്നത്. ഒരു പോർഷൻ എന്ന് പറയുമ്പോൾ 100 തൊട്ട് 120 ഗ്രാം വരും. അങ്ങനെ ഒരു 3 പോർഷൻ വരെ മാക്സിമം റെഡ് മീറ്റ് കഴിക്കാം ഒരാഴ്ച എന്നാണ് അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പറയുന്നത്. ഇനി അത് UK വരാൻ നേരത്ത് നമ്മൾ 90 ഗ്രാമോളം അല്ലെങ്കിൽ 100 ഗ്രാമോളം റെഡ് മീറ്റ് ഒരു ദിവസം കഴിക്കുന്നുണ്ടെങ്കിൽ അവർ പറയുന്നത് അത് 70 ഗ്രാമോ അതിൽ താഴെയോ ആക്കി കുറയ്ക്കാനാണ് അവർ പറയുന്നത്. ഇനി റെഡ് മീറ്റ് ഈ അളവിൽ കൂടുതലായിട്ട് നമ്മൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തുതരം ക്യാൻസറുകൾ വരാനാണ് ചാൻസ് കൂടുതൽ? കോളോറെക്ടൽ ക്യാൻസറുകൾ വരാനാണ് ചാൻസ് കൂടുതൽ. ഇതിൻ്റെ മെക്കാനിസം എന്താണെന്ന് നമുക്ക് നോക്കാം. റെഡ് മീറ്റുകളിൽ ഒരുപാട് ഹീം അയേൺ അടങ്ങിയിട്ടുണ്ട്. അതായത് നമ്മുടെ ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ മയോഗ്ലോബിനിലേക്ക് ബൗണ്ട് ചെയ്തിട്ടുള്ള ഒരു അയൺ മൊയിറ്റീനെയാണ് നമ്മൾ ഹീം അയൺ എന്ന് വിളിക്കുന്നത്. ഈ ഹീം അയൺ ഒരുപാട് റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷ്യസ് ഉണ്ടാക്കുന്നവയാണ്. അതായത് ഓക്സിജൻ്റെ പലതരം സ്പീഷ്യസാണ് ഉദ്ദേശിക്കുന്നത്. ഈ റിയാക്റ്റീവ് ഓക്സിജൻ സ്പീഷ്യസ് നമ്മുടെ കുടലിലുള്ള സെൽസിലും
അതുപോലെ തന്നെ DNA-യിലും ഒരുപാട് മ്യൂട്ടേഷൻസ് ഉണ്ടാക്കാൻ കെൽപ്പുള്ളവയാണ്. മ്യൂട്ടേഷൻസിലൂടെ ഗ്രാജുവലി ഒരു കോളോറെക്ടൽ ക്യാൻസറിൻ്റെ വഴിവെക്കിലേക്ക് എത്തിക്കാൻ ഇവയ്ക്ക് കഴിവുണ്ട്. രണ്ടാമത്തെ കാര്യം, റെഡ് മീറ്റ് നമ്മൾ കുക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ നമ്മുടെ ബോഡി ഡൈജസ്റ്റ് ചെയ്യുമ്പോഴോ നമ്മുടെ ബോഡിയുടെ അകത്ത് ചെല്ലുമ്പോൾ ഇത് N-നൈട്രോസോ കോമ്പൗണ്ട്സ് ഉണ്ടാക്കുന്നവയാണ്. ഇതും മ്യൂട്ടേഷൻസിന് കാരണമായിട്ടുള്ള ഒന്നാണ്. കുടലിൽ അബ്നോർമലായിട്ട് സെൽ ഗ്രോത്ത് ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ക്യാൻസർ സെൽസിൻ്റെ വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് N-നൈട്രോസോ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. പ്രോസസ്സ് ചെയ്യുന്ന മീറ്റിലേക്ക് വരാൻ നേരത്ത് ഇവയുടെ ഫോർമേഷൻ കുറച്ചും കൂടി കൂടുതലാണ്. കാരണം ഈ പ്രോസസ്സ് ചെയ്യുന്ന മീറ്റിൽ ഓൾറെഡി നൈട്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. പ്രിസർവേഷന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് നൈട്രേറ്റ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം, നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഇവയെ കുക്ക് ചെയ്യാൻ നേരത്ത്, അതായത് നമ്മൾ ബാർബിക്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ ഫ്രൈ ചെയ്യുന്നു, ഗ്രില്ല് ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുമ്പോൾ കാർസിനോജനിക് ആയിട്ടുള്ള കുറച്ച് പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഹെട്രോസൈക്ലിക് അമീൻസ്, പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് എന്നീ കാർസിനോജൻസ് ഡെവലപ്പ് ആവുകയാണ് ചെയ്യുക. ഇതും നമ്മുടെ DNA-യിലെ മ്യൂട്ടേഷൻസ് ഉണ്ടാക്കുന്നു. ഓൾറെഡി നമ്മുടെ GI ട്രാക്റ്റിലുള്ള പ്രോ കാർസിനോജൻസിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒന്നാണ് ഇവ. അങ്ങനെ നമുക്ക് GI ക്യാൻസർ ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി നാലാമത്തെ കാര്യത്തിലേക്ക് വരാൻ നേരത്ത്, നമ്മുടെ GI ട്രാക്റ്റിൽ, നമ്മുടെ കുടലിനുള്ളിൽ നോർമലായിട്ടുള്ള കുറച്ച് ബാക്ടീരിയ ഉണ്ട്, നോർമലായിട്ടുള്ള മൈക്രോബയോം ഉണ്ട്, ഗട്ട് മൈക്രോബയോം എന്ന് നമ്മൾ വിളിക്കും. നമ്മൾ ഈ റെഡ് മീറ്റ് ഒരുപാട് കഴിച്ചു കഴിയുമ്പോൾ ഇതിനകത്തുള്ള ഈ പദാർത്ഥങ്ങൾ നമ്മുടെ ഗട്ട് മൈക്രോബയോമിനെ ഓൾട്ടർ ചെയ്യുന്ന അല്ലെങ്കിൽ അവയെ കൊല്ലാൻ കെൽപ്പുള്ള ഒന്നാണ് ഇവ. അതിനുശേഷം ഒരു ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നു. ഈ ക്രോണിക് ഇൻഫ്ലമേഷൻ എന്ന അവസ്ഥയും ക്യാൻസറിന് വഴിവെക്കാവുന്നവയാണ്. ഇനി ഈ റെഡ് മീറ്റ് പ്രോസസ്സ് ചെയ്യുമ്പോഴാണ് കൂടുതൽ അപകടകാരികൾ എന്ന് നമ്മൾ പറയുകയുണ്ടായി. അപ്പോൾ എന്താണ് പ്രോസസ്സിങ്ങിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. പ്രോസസ്സിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ റെഡ് മീറ്റിൽ ഒരുപാട് പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഇവയെ ഒരുപാട് കാലം സൂക്ഷിച്ചു വെക്കാനായിട്ട് നമ്മൾ സോൾട്ടിങ് നടത്തുന്നു, അല്ലെങ്കിൽ ഫെർമെൻറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ സ്മോക്കിംഗ് ചെയ്യുന്നു, അല്ലെങ്കിൽ നൈട്രേറ്റ്സ് പോലുള്ള പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യുകയാണ് ചെയ്യുക. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യുന്നവയാണ്. അപ്പോഴാണ് ഇവ പ്രോസസ്ഡ് റെഡ് മീറ്റ് ആയിട്ട് മാറുന്നത്. റെഡ് മീറ്റ് പ്രോസസ്സ് ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് പ്രോസസ്സിങ് ചെയ്യാൻ നേരത്ത് നടക്കുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇവയിൽ പ്രിസർവേറ്റീവ്സ് ആയിട്ടുള്ള നൈട്രേറ്റ്സ് ഉണ്ട്. അപ്പോൾ പ്രോസസ്സ് ചെയ്യാൻ നേരത്ത് N-നൈട്രോസോ കോമ്പൗണ്ട്സ് ഒരുപാടായിട്ട് ഉണ്ടാക്കപ്പെടുകയും അവയിലൂടെ ക്യാൻസറിനുള്ള ചാൻസ് കൂടുന്നതുമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഒരുപാട് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവ നോർമലായിട്ടുള്ള നമ്മുടെ ഗട്ടിലുള്ള ബാക്ടീരിയയെ കൊല്ലുകയും നമ്മുടെ കുടലിലുള്ള സെൽ ലൈനിങ്ങിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ക്യാൻസറിന് വഴിയൊരുക്കുന്നു. ഇനി ഈ മീറ്റ് നമ്മൾ സ്മോക്ക് ചെയ്യാൻ നേരത്ത് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉണ്ടാക്കപ്പെടുന്നു. ഇതും ക്യാൻസറിന് കാരണമാകുന്നു. ഇനി ഒരുപാട് ഹീറ്റ് ചെയ്യാൻ നേരത്ത് ഇമ്പോർട്ടൻറ്റ് വൈറ്റമിൻസ് ആയിട്ടുള്ള വൈറ്റമിൻ B1 അതൊക്കെ നശിക്കുകയാണ് ചെയ്യുക. അതുകൂടാതെ ആവശ്യമില്ലാത്ത ഒരുപാട് കെമിക്കൽ ബൈ പ്രൊഡക്ട്സ് ഉണ്ടാക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മൾ WHO പറയുന്നതനുസരിച്ച് പ്രോസസ്ഡ് ആയിട്ടുള്ള റെഡ് മീറ്റും കോളൻ ക്യാൻസറും തമ്മിൽ വളരെ സ്ട്രോങ് ലിങ്കാണ് എന്നാണ് ഇവർ പറയുന്നത്. അതായത് സ്മോക്കിംഗ് എങ്ങനെയാണോ ലങ് ക്യാൻസർ ഉണ്ടാക്കുന്നത് അതേ അളവിൽ തന്നെ അപകടകാരിയാണ് പ്രോസസ്ഡ് മീറ്റും എന്ന് പറയുന്നത്. റെഡ് മീറ്റ് തികച്ചും ഒഴിവാക്കേണ്ട ഒന്നല്ല, പക്ഷേ അതിൻ്റെ അളവിലും അത് പാകം ചെയ്യുന്ന രീതിയിലും നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതം നയിക്കാവുന്നതാണ്. പ്രോസസ്ഡ് ആയിട്ടുള്ള മീറ്റ് വളരെ രുചിയുള്ളതാവാം, പക്ഷേ നിങ്ങളുടെ ആരോഗ്യം അതിൻ്റെ വിലയല്ല. ഓരോ തവണ നിങ്ങൾ പ്ലേറ്റ് നിറയ്ക്കുമ്പോഴും ആ ഭക്ഷണത്തിന് പിന്നിലുള്ള ശാസ്ത്രം മനസ്സിലാക്കുക. സന്തുലിതമായ ഭക്ഷണവും നല്ല ജീവിതശൈലിയുമാകട്ടെ നമ്മുടെ ക്യാൻസറിൻ്റെ പ്രതിരോധം. ഈ വീഡിയോയിൽ നിന്ന് റെഡ് മീറ്റും കോളൻ ക്യാൻസറും തമ്മിലുള്ള ലിങ്ക് ഒരു പരിധിവരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയും ഒരുപാട് ആരോഗ്യപരമായ ടോപ്പിക്സുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.